ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 3 ഫ്ലോട്ട് ഡ്രിങ്ക് കാണിക്കാനാണ്. ഇത് എവിടുന്നാണ് ഞാൻ ഇൻസ്പയർ ആയതെന്ന് വെച്ചാൽ 12 ഇയേഴ്സ് ബാക്ക് ഡ്യൂറിങ് ആ കോളേജ് ഡേയ്സ് എന്താ പറയുക, നമ്മളെ പോക്കറ്റ് എപ്പോഴും കാലിയായിരിക്കും കേട്ടോ. KFCയിലൊക്കെ പോയാൽ നമുക്ക് ചിക്കനൊക്കെ എന്താ പറയുക ഓണസദ്യ പോലെ ആണ് തോന്നല്. എപ്പോഴെപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല. സ്റ്റിൽ സൺഡേസ് നമ്മൾ എന്തായാലും ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കും കേട്ടോ. KFCയിലെ ചിക്കൻ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഔട്ട്ലെറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയങ്ങളായിരുന്നു കേട്ടോ, കേരളയിലും കർണാടകയിലൊക്കെ. അപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, നമുക്ക് സ്റ്റുഡൻസിന് അത് അഫോർഡബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ടേക്ക് പോകുന്ന സമയം മില്ലേനിയർ ആയിരിക്കും. വിത്തിൻ 1 or 2 days പാപ്പരാസി പോലെ ആയിപ്പോവും. ഇതൊക്കെ കോളേജ് സ്റ്റുഡൻസിന് റിലേറ്റബിൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു KFCയിലൊക്കെ നമ്മൾ പോയാൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യല് ഡ്രിങ്ക്സ് ആണ്. ലൈക്ക് ഫ്ലോട്ട്സ് അന്ന് ചീപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ KFCയിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ട്സ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഓറഞ്ച് ഫ്ലോട്ടും കോക്ക് ഫ്ലോട്ടും ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് ഗ്രേപ്പ് ഫ്ലോട്ടും കൂടെ ആക്കിയിട്ടുണ്ട്. ഫ്രഷ് ഫ്രൂട്ടിനോട് ഒന്ന് ട്രൈ ചെയ്തതാണ്, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ കാർബണേറ്റഡ് ഡ്രിങ്ക് എടുക്കുക, ഓറഞ്ച് ഫ്ലേവറിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക് എടുക്കുക. എന്നിട്ട് അതിൽ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ ഓറഞ്ച് ഫ്ലോട്ടായി. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക് ഓറഞ്ച് കളറിലുള്ള എന്ന് പറഞ്ഞാൽ തംസപ്പ് അല്ല, എന്താ മിറിൻ്റെയോ ഫാൻറ്റയോ അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി വാൾസിൻ്റെ ഷെയിംലെസ് വാനില ഐസ്ക്രീമാണ്. അത് അതിൻ്റെ മേലെ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓറഞ്ച് ഫ്ലോട്ട് കിട്ടി. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കോക്ക് ഫ്ലോട്ട് ഉണ്ടാക്കണം. അതിന് നമ്മൾ തംസപ്പോ കോക്കോ പെപ്സിയോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ അത് കോക്ക് ഫ്ലോട്ടായി. നെക്സ്റ്റ് ഞാനിവിടെ ചെയ്തിട്ടുള്ള ഗ്രേപ്പ് ഫ്ലോട്ടാണ്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ 10-15 ഗ്രേപ്സ് എടുക്കുക, കറുത്ത മുന്തിരി എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അരിച്ചിട്ട് ജ്യൂസ് മാത്രം എടുക്കുക. അപ്പോൾ ഇത്രയും ഡൈല്യൂട്ടായിട്ട് കിട്ടും. നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഗ്രേപ്സ് ജ്യൂസിന് തിക്നെസ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു ഡൈല്യൂട്ടായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേപ്സിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിന് ഫ്ലഷ് മാത്രം ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തായി, അതൊരു ഗ്രേപ്പിൻ്റെ കാർബണേറ്റഡ് ഡ്രിങ്ക് പോലെയായി. അതിലേക്ക് നമ്മൾ വാനില ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തതിൽ ഗ്രേപ്പ് ഫ്ലോട്ടായി. ദിസ് ഇസ് 3 types ഓഫ് ഫ്ലോട്ട്സ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴെപ്പോഴും ഹെൽത്തി ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ ജസ്റ്റ് ഇപ്പം നോമ്പിനൊക്കെ ഭയങ്കര ക്ഷീണമാണ്. നോമ്പ് തുറക്കുമ്പോൾ ലാസ്റ്റ് നോമ്പായില്ലേ, അപ്പോൾ ക്ഷീണമാണ്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഒരു എന്താ പറയല് ഭയങ്കര ഒരു ഡീഹൈഡ്രേറ്റഡ് ആയി എന്ന് തോന്നുമ്പോഴൊക്കെ ഒരു സോഡയൊക്കെ ആവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ചാനൽ 2K ആവാറായി. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ താങ്ക് യു ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഫോർ വാച്ചിങ് ആ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. Bye. Assalamu alaikum. Take care. Thank you for watching. Do subscribe and support our channel.